നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള സാജിദ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് കുറച്ച് ലൊക്കേഷൻ സ്റ്റില്ലും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. ആ സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ദുൽഖർ സൽമാനെയാണ്. കഴിഞ്ഞ കുറേ നാളായിട്ട് അദ്ദേഹം മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നില്ല. 500 ദിവസത്തിന് മുകളിലായി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ട്. അദ്ദേഹം തമിഴിൽ അഭിനയിച്ചു, അതുപോലെ തന്നെ തെലുങ്കിൽ അഭിനയിച്ചു, ഹിന്ദിയിൽ അഭിനയിച്ചു, അതിലൊക്കെ പടങ്ങൾ റിലീസ് ചെയ്തു. പക്ഷേ മലയാളത്തിൽ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തു. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷത്തിലധികമായി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നിട്ട് അത്രയും കാലത്തിന് ശേഷമാണ് നമുക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ലഭിക്കുന്നത്. അതൊരു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമയെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും ബോക്സ് ഓഫീസിൽ ഹിറ്റാവുള്ള ഒരു സിനിമയാണ്. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ബിബിൻ ജോർജും ചേർന്നിട്ടാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. ഇവരുടെ തിരക്കഥയിൽ വന്നിട്ടുള്ള അമർ അക്ബർ അന്തോണി ആയാലും അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആയാലും ഈ രണ്ട് സിനിമകളും നല്ല രീതിയിൽ ഹിറ്റായിട്ടുള്ള സിനിമകളാണ്. ഇവരെ നല്ല തിരക്കഥാകൃത്തുകളാണ്. പിന്നെ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നൗഫലാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഒരുക്കുന്നത് നാദിർഷയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ അധികം ഘടകങ്ങൾ ഈ സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇതൊരു പക്ക കളർഫുൾ സിനിമയാണ്. പിന്നെ നമ്മുടെ സലീമേട്ടനൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. സലീമേട്ടൻ്റെ മാരക കോമഡിയും കാര്യങ്ങളൊക്കെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തും വർക്കൗട്ട് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു പെയിൻറ്റ് പണിക്കാരനായിട്ടുള്ള നാട്ടിൻപുറത്ത് ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അനിയനുണ്ട്. അനിയൻ കഥാപാത്രം ആരാണെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അനിയൻ കഥാപാത്രമുണ്ട്. അനിയനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നൊരു ഏട്ടനാണ്. അപ്പോൾ ഇയാൾ ജോലിക്കൊക്കെ പോകുന്നു. ജോലി എന്ന് പറയുന്നത് പെയിൻറ്റ് പണിയാണ്. അങ്ങനെ ഇയാൾക്ക് ഒരു കരാർ കിട്ടുന്നു. ഇയാളുടെ അനിയൻ പഠിക്കുന്ന കോളേജിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെയിൻ്റ് അടിക്കാൻ പോയിട്ട് അവിടുന്ന് ഒരു പെണ്ണിനെ സെറ്റാക്കുന്നൊക്കെയാണ് സിനിമയുടെ കഥ എന്നറിയാൻ സാധിക്കുന്നു. ഇത് കൃത്യമാണോന്നും അറിയില്ല. പലരും മെസ്സേജ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ദുൽഖറിൻ്റെ ഷർട്ടാണ്. ഈ ഷർട്ട് എന്തായാലും കേരളത്തിലൊരു ട്രെൻഡിങ് ആയിട്ട് കുറച്ച് കാലം നിൽക്കാനുള്ള സാധ്യതയുള്ള ഒരു ഷർട്ടാണ്. കാരണം 2 കളർ, അതായത് നമ്മൾ പെയിൻറ്റൊക്കെ തൂക്കിയ മാതിരി 2-3 കളറൊക്കെ ഉള്ള ഒരു ഷർട്ടാണ്. അത് എല്ലാ സീൻ്റെ അകത്തും, അതായത് ഇതിൻ്റെ അകത്തുള്ള പുറത്ത് വന്നിട്ടുള്ള എല്ലാ ഫോട്ടോസിൻ്റെ അകത്തും അത്തരത്തിലുള്ള ഷർട്ടും കാര്യങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള കുറച്ച് അവിടെയും ഇവിടെ കളർ ഇങ്ങനെ മാറിയിട്ടുള്ള തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ദുൽഖർ പണ്ടൊക്കെ ഇത്തരത്തിലുള്ള മോഡലൊക്കെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ 100 Days of Love എന്ന് പറഞ്ഞ സിനിമയിലൂടെ അദ്ദേഹം ഒരു ടീഷർട്ട് കൊണ്ടുവന്നിരുന്നു. അത് വലിയ തോതിൽ ഇവിടെ ഹിറ്റായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്കൊരു ഫാഷൻ ട്രെൻഡിങ് ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് തന്നെയായിട്ടുള്ള ഓട്ടോയിലൂടെ ആയിരിക്കും ചിലപ്പം വരാൻ സാധ്യത. ഏതായാലും യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമ ഒരു വിഷു റിലീസാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഏതായാലും വിഷുവിനായിരിക്കും ഈ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സിനിമ വരട്ടെ, സിനിമ വലിയ തോതിൽ ഹിറ്റാവട്ടെ. നമ്മുടെ കുഞ്ഞിക്കയെ ഒന്ന് സ്ക്രീനിൽ കാണാൻ നമുക്ക് കൊതിയാവുന്നു. നമ്മുടെ ഭാഷ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെലുങ്ക് സിനിമയും കണ്ടിരുന്നു, അതുപോലെ തന്നെ ഹിന്ദി സിനിമയൊക്കെ കണ്ടിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുക. അപ്പോൾ ഏതായാലും വലിയ തോതിൽ ഹിറ്റാവട്ടെ. കുഞ്ഞിക്കയുടെ ഒരു മികച്ച കഥാപാത്രവും മികച്ചൊരു സിനിമയും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.